കടുകുമണി കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമ വിഭാഗവും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യോത്തരങ്ങളും അവയുടെ വിജയികളെയും നമുക്ക് കാണാം. ചോദ്യം: വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടതിന്റെ അടയാളമായി വൈദികർ ധരിക്കുന്ന തിരുവസ്ത്രം ഏത്? ഉത്തരം: ഊറാറ. രണ്ടാമത്തെ ചോദ്യം: ദേവാലയത്തിൽ വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം: ഹൈക്കല അഥവാ സമൂഹവേദി. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ വിജയിയെ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ ബലിയർപ്പണത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അതൊരു കഥാപ്രസംഗ രൂപത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദിയയാണ്. ദിയയെ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. നമസ്കാരം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏടുകളിൽ നിന്ന് മടർത്തിയെടുത്ത വികാരോജ്വലമായ ഒരു കഥ അബ്രാഹത്തിന്റെ ബലി ഇവിടെ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു. ഭൂമിയിൽ ഒരു സ്വർഗം, ഇതു മാനവന്റെ സ്വപ്നം. ഭൂമിയിൽ ഒരു സ്വർഗം, ഇതു മാനവന്റെ സ്വപ്നം. ജീവിതം ഇവിടെ ഒരാഘോഷത്തിനു വേദിയൊരുക്കുന്നു. ജീവിതം ഇവിടെ ഒരാഘോഷത്തിനു വേദിയൊരുക്കുന്നു. അങ്ങനെയുള്ള പ്രൗഢഗംഭീരമായ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായി പണിതീർത്ത് കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു ഒരു കൊച്ചു കൂടാരം. അവിടെയാണ് അബ്രാഹവും ഭാര്യ സാറായും അവരുടെ പൊന്നോമന പുത്രനായ ഇസഹാക്കും താമസിക്കുന്നത്. അതാ കുട്ടിത്തത്തിന്റെ കുസൃതികളും കൗമാരത്തിന്റെ തിളക്കവും ആചരിച്ച ആ കൊച്ചുമകൻ ഇസഹാക്ക്. എന്നാൽ അബ്രാഹം അവിടെ എന്തോ ഗഗനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ യുവഹൃദയത്തെ മതിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മിന്നൽ പിഴൽ പോലെ ശക്തമായ കരുത്തുറ്റ വാക്കുകൾ. അബ്രഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകനായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. തന്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന വാളുകളേക്കാൾ ശക്തമേറിയതായിരുന്നു ആ വാക്കുകൾ. എങ്കിലും അബ്രഹാം അതിന് തയ്യാറായി. അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയും ഇട്ട് തന്റെ ഏകമകനായ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം മോറിയ മലയിലേക്ക് തിരിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ കൊച്ചുമകൻ പിതാവിനോടൊപ്പം നടക്കുകയാണ്. അതാ അവർ മോറിയ മലയുടെ താഴ്വരയിലെത്തി. മലമുകളിലേക്ക് കയറുന്നതിനിടയിൽ ഇസഹാക്ക് അബ്രാഹത്തോട് ചോദിച്ചു, പിതാവേ, തീയും വിറകും കയ്യിലുണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ? ചൊന്നതൊന്നും കേട്ട ഭാവം നടിച്ചില്ല, കണ്ടില്ലതൊന്നും അറിഞ്ഞില്ല അയാൾ. ചൊന്നതൊന്നും കേട്ട ഭാവം നടിച്ചില്ല, കണ്ടില്ലതൊന്നും അറിഞ്ഞില്ല അയാൾ. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അബ്രഹാം പറഞ്ഞു, മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അബ്രഹാം മലമുകളിൽ ബലിപീഠം പണിതുയർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഏക മകനായ ഇസഹാക്കിനെ ബലിപീഠത്തിലേക്ക് പിടിച്ചു കിടത്തിയ ശേഷം കത്തി ആഞ്ഞുയർത്തി. അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. അബ്രഹാം, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. മകന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം സന്തോഷത്തോടെ തലയുയർത്തി. അതാ മുൾപ്പിടിപ്പിനിരയിൽ കൊമ്പിട കിടക്കുന്ന ഒരു മുട്ടനാട്. അബ്രഹാം തന്റെ മകന് പകരം ആ മുട്ടനാടിനെ ദൈവത്തിന് ബലിയായി അർപ്പിച്ചു. പ്രിയമുള്ളവരെ, തന്റെ ഏക മകനെ പോലും ദൈവത്തിന് ബലിയായി അർപ്പിച്ച അബ്രഹത്തെ ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ നമ്മളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Wonderful, Diya. Congrats. പഴയ നിയമത്തിൽ അബ്രാഹത്തിന്റെ ബലിയർപ്പണം ദിയയിലൂടെ നാം കണ്ടു. ഇനി പുതിയ നിയമത്തിൽ ഈശോയുടെ ബലിയർപ്പണത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചു തരുന്നത് അശ്വിനാണ്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ പറയുന്നത്, ദൈവം പണ്ട് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി മോശയോട് കൽപ്പിച്ച് പിച്ചള സർപ്പത്തെ ഉയർപ്പിച്ചതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനായ ഈശോയെ നൽകുവാൻ പോലും അവിടുന്ന് മടി കാണിച്ചില്ല. ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമ്മുടെ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. താങ്ക് യു അശ്വിൻ. ആരാധനകളിൽ പരമോന്നതമായ ആരാധന ഏതാന്ന് നിങ്ങൾക്കറിയാവോ? വിശുദ്ധ കുർബാന. ശരിയാ, സോന പറഞ്ഞ ഉത്തരം ശരിയാണ്. വിശുദ്ധ കുർബാനയാണ് ആരാധനകളിൽ ഏറ്റവും പരമോന്നതമായ ആരാധന. കാരണം എന്തുകൊണ്ടാന്ന് പറയാമോ? വിശുദ്ധ കുർബാനയിലാണ് ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് അപ്പവും വീഞ്ഞുമായിട്ട് നൽകിയത്. അങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയിൽ നാം എങ്ങനെ ഭക്തിപൂർവ്വം പങ്കെടുക്കണം, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ജോസ് അച്ഛനെ സ്വാഗതം ചെയ്യാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധന. കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്ന അടയാളങ്ങളെപ്പറ്റിയും പ്രതീകങ്ങളെപ്പറ്റിയും പഠിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് തോന്നിയോ? വെരി ഗുഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധന ആണ് എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയായി തീരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാന അത് സുറിയാനി പദത്തിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന ആ വാക്ക് വരുന്നത് തന്നെ സുറിയാനി പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം അർപ്പണം അല്ലെങ്കിൽ അർപ്പിത വസ്തു എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ അർപ്പിക്കുകയാണ്. കാൽവരിയിലെ ബലിയിൽ യേശുനാഥൻ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തല്ലേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. തിരുവത്താഴ് സമയത്ത് അപ്പവും വീഞ്ഞും എടുത്തു വെച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ഈ അർപ്പണമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇംഗ്ലീഷിൽ യൂക്രിസ്റ്റ് എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നന്ദിയാണ് അർപ്പിക്കുന്നത്. നമ്മുടെ സ്തോത്രങ്ങളാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്, അർപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പരിശുദ്ധ കുർബാന പരമോന്നതമായ ഒരു ബലിയാക്കി തീർക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ ആ മനോഹരമായ മാതൃക അത് നമ്മൾ അനുഗമിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കൃതജ്ഞതയായ ഒരു സ്തോത്രം, ഒരു പ്രാർത്ഥന നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പരമോന്നതമായ ഒരു ആരാധനയാണ് എന്ന് പറയുന്നത്. ഇനി ഈ കുർബാനയിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ്? യേശുനാഥൻ്റെ മനുഷ്യാവതാരം, യേശുനാഥൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതം, പരസ്യ ജീവിതം, യേശുനാഥൻ്റെ കുരിശുമരണം, പീഠാനുഭവവും കുരിശുമരണവും, യേശുനാഥൻ്റെ ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഇതെല്ലാമാണ് ഈ രഹസ്യത്തിൽ, ഈ പരിശുദ്ധ കുർബാനയാകുന്ന പരമോന്നതമായ ആരാധനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രക്ഷയുടെ പ്രതീകമാണ് ഇതെല്ലാം. നമുക്ക് രക്ഷ പ്രദാനം ചെയ്തതാണ് യേശുനാഥൻ്റെ മനുഷ്യാവതാരം, യേശുനാഥൻ്റെ പരസ്യജീവിതം, യേശുനാഥൻ്റെ പീഠാനുഭവവും കുരിശുമരണവും, യേശുനാഥൻ്റെ ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അപ്പോൾ ഇതെല്ലാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയായി തീരുകയാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇതാണ്. നമുക്കറിയാം, വരും എപ്പിസോഡുകളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗവും കാണാൻ പോവുകയാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഏത് ഭാഗത്താണ് യേശുനാഥൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിനെ സൂചിപ്പിക്കുന്നത്, ഏത് ഭാഗമാണ് പരസ്യജീവിതത്തെ സൂചിപ്പിക്കുന്നത്, ഏത് ഭാഗമാണ് പീഠാനുഭവത്തെ പറ്റിയും കുരിശുമരണത്തെ പറ്റിയും ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കുക, യേശുനാഥൻ്റെ ജീവിതം മുഴുവനുമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 2015 നിങ്ങൾ ഓർമ്മയുണ്ടോ? 2015 തിരുസഭ, ആഗോള സഭ ദിവ്യകാരുണ്യ വർഷമായിട്ട് ആഘോഷിക്കുകയുണ്ടായി. ഈ ദിവ്യകാരുണ്യ വർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അന്നത്തെ മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു ശ്ലൈഹിക പ്രബോധനം ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സാക്രമെന്തും കാരിത്താത്തിസ്.
അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂതാശ. ഈ ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്ന 4 കാര്യങ്ങളാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയാണ് എന്നുള്ളത്. 1, പരിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു. ഉദ്ധിതനായി, മരണത്തെ കീഴടക്കി ഉദ്ധിതനായി പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ഇതെല്ലാം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു ചെല്ലുന്നതല്ലേ? അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയല്ലേ? നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ പരിശുദ്ധ പാപ്പ പറയുന്ന 1-ാമത്തെ കാര്യമാണ് പരിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. പരിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട ആഘോഷമാണ്, അല്ലെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. 2-ാമത്തേതാണ് ആഘോഷിക്കേണ്ട രഹസ്യമാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നതാണ് പെസഹ തിരുനാൾ. ഇസ്രായേൽ ജനം മുഴുവൻ ജെറുസലേം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയാണ്. അതിനുശേഷം വൈദികൻ, പുരോഹിതൻ അവരോട് പറയുകയാണ്, ആ ജനത്തോട് പറയുകയാണ് ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറയുവാൻ വേണ്ടി. പ്രതീകാത്മകമായി പുരോഹിതൻ ആ പാപങ്ങളെല്ലാം സ്വീകരിച്ച് അത് ഈ ആടിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. 2 ആടുകളാണ് ആ സമൂഹത്തിന് മുമ്പിൽ പുരോഹിതൻ നിർത്തിയിരിക്കുന്നത്. ഒരു കോലാട്, ഒരു മുട്ടനാട്. അതിനകത്ത് മുട്ടനാടിൻ്റെ ശരീരത്തിലേക്ക് ഈ പാപങ്ങളെല്ലാം സ്വീകരിച്ച് വെച്ചതിന് ശേഷം മരുഭൂമിയിൽ തിരിച്ചൊരിക്കലും വരുവാൻ സാധിക്കാത്ത രീതിയിൽ ഉപേക്ഷിക്കുകയാണ്. 2-ാമത്തെ ആടിനെ സമൂഹത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലിയായി അർപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴോ യേശുനാഥനാവുകയാണ് ഈ 2 കുഞ്ഞാടുകളും. കുരിശു രൂപത്തിൽ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ തോളിൽ വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ പോയി തൻ്റെ തന്നെ ജീവനെ ബലിയായി പാപത്തിന് പരിഹാരമായിട്ട് ദൈവം സമർപ്പിക്കുകയാണ്. ഇതാണ്, ഈ രഹസ്യമാണ്, ഈ പെസഹ രഹസ്യമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയല്ലേ? ആഘോഷിക്കേണ്ട പെസഹ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. 1-ാമത് നമ്മൾ എന്താണ് കണ്ടത്? ആഘോഷിക്കേണ്ട വിശ്വാസമാണ്. 2-ാമത്തതാണ് ആഘോഷിക്കേണ്ട രഹസ്യമാണ്, പ്രത്യേകിച്ച് പെസഹ രഹസ്യം എന്ന അർത്ഥത്തിൽ. 3-ാമതായിട്ടാണ് പ്രാർത്ഥിക്കേണ്ട രഹസ്യമാണ്. സഭാ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയുണ്ടോ? നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഘടകം എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. ദേവാലയം, നമുക്കൊരു ഇടവക ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയത്തേക്ക് നമ്മളെല്ലാം കടന്നു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? കടന്നു വരാനുള്ള കാരണം എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൻ്റെ പരമോന്നതമായ ശ്രദ്ധാകേന്ദ്രമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട രഹസ്യമാണ് പരിശുദ്ധ കുർബാന. കുർബാന തിരുസഭയുടെ പൊതുവായിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട രഹസ്യമാണ്. 4-ാമതായിട്ട് ജീവിക്കേണ്ട രഹസ്യമാണ്. പരിശുദ്ധ കുർബാന ജീവിക്കേണ്ട രഹസ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്ന ആ രഹസ്യങ്ങൾ നമ്മൾ അനുദിന ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കണം, അല്ലേ? അതാണ് കൃത്യമായിട്ട് ലൂക്കാസ് സുവിശേഷത്തിൽ, മർക്കോസ് സുവിശേഷത്തിലൊക്കെ കുർബാന സ്ഥാപന വേളയിൽ യേശുനാഥൻ പറയുന്നത്. സോന ഒന്ന് വായിച്ചേ. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഓരോ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിച്ചത്, നമ്മൾ അനുഭവിച്ചത് പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും അതിൻ്റെ ഓർമ്മയ്ക്കായി വീണ്ടും വീണ്ടും ചെയ്യണം. ദൈവസ്നേഹമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലേ? ദൈവം മനുഷ്യനായി അവതരിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ, നമ്മുടെ സഹോദരനെ കാണുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവരെ സ്നേഹിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പരിശുദ്ധ കുർബാന നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത് നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോഴും നമ്മൾ അത് തന്നെ ആഘോഷിക്കണം. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട്,
മറ്റുള്ളവരെ സ്വന്തമെന്ന് കരുതിക്കൊണ്ട് അവരെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ കുർബാന തുടരേണ്ട ഒരു ആഘോഷമാണ് എന്നുള്ളത്. പരിശുദ്ധ പാപ്പ പഠിപ്പിക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ 4 കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയെ പരമോന്നതമായ ആരാധന ആക്കുന്നത്. ഒന്നാമത്തത് വിശ്വസിക്കേണ്ട രഹസ്യമാണ്. ഏതാണ്? വിശ്വസിക്കേണ്ട രഹസ്യമാണ്. രണ്ടാമത്തതാണ് ആഘോഷിക്കേണ്ട രഹസ്യമാണ്. ആഘോഷിക്കേണ്ട രഹസ്യം. മൂന്നാമത്തതാണ് പ്രാർത്ഥിക്കേണ്ട രഹസ്യമാണ്. മൂന്നാമത്തത് പ്രാർത്ഥിക്കേണ്ട രഹസ്യം. നാലാമത്തതും അവസാനത്തതുമായത് എന്താണ്? ജീവിക്കേണ്ട രഹസ്യം. രഹസ്യമാണ്. ജീവിക്കേണ്ട രഹസ്യമാണ്. നമുക്കറിയാം പൗലോസ് ലീഹ എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ കുർബാന പരമോന്നതമായി തീരേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. യേശുനാഥൻ ബലിവസ്തുവായി തന്നെ സമർപ്പിച്ചതും ആ അർപ്പണം നമ്മുടെ ജീവിതത്തിൽ അനുദിന സ്നേഹത്തിലൂടെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്, മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. നമുക്ക് എലിസബത്തിലൂടെ അത് ശ്രമിക്കാം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എഫേസോസ് 5:2. പൗലോസ് ലീഹ എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ തന്നെ ജീവൻ സുരഭില കാഴ്ചയായി സമർപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും പരിശുദ്ധ കുർബാനയും പരമോന്നതമായൊരു ബലിയായി തീരണമെങ്കിൽ നമ്മളും ഇതേ മനോഭാവത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മുടെ കാഴ്ചകളും സുരഭില കാഴ്ചകളായി ദൈവത്തിന് മുമ്പിൽ എത്തണമെങ്കിൽ അത് ജീവിക്കണം. ജീവിക്കുന്ന രഹസ്യമായി നമ്മുടെ പരിശുദ്ധ കുർബാനയും മാറണം. പ്രിയ പ്രേക്ഷകരെ, കടുകുമണി കൂട്ടുകാരെ, ഇനി മുതൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരമോന്നതമായ ആരാധനയിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതവും പരമോന്നതമായ ഒരു ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കാം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, ശ്രദ്ധിക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചോ? വിശുദ്ധ കുർബാനയെക്കുറിച്ച് തോമസ് അക്വീനാസ് പറയുന്നത് ഇപ്രകാരമാണ്: ദ സെലിബ്രേഷൻ ഓഫ് ഹോളി മാസ് ഇസ് ആസ് വാല്യുബിൾ ആസ് ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയ്ക്ക് വാല്യുബിൾ ആണ്. അപ്പം വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അല്ലെങ്കിൽ റെലവൻസ് മനസ്സിലാക്കിയ നിങ്ങൾ ഇനി നാം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ കൂടുതൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുകയും ഒപ്പം ദൈവകൃപയെ സ്വായത്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യങ്ങൾ: 1. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഇറക്കിയ ശ്ലൈഹിക പ്രബോധനത്തിന്റെ പേര് എന്ത്? ഒരിക്കൽ കൂടി, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഇറക്കിയ ശ്ലൈഹിക പ്രബോധനത്തിന്റെ പേര് എന്ത്? ചോദ്യം 2. സുറിയാനി ഭാഷയിൽ നിന്നുള്ള വിശുദ്ധ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുറിയാനി ഭാഷയിൽ നിന്നുള്ള വിശുദ്ധ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അയക്കേണ്ട ഫോമാറ്റ്: നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 4A സ്പേസ് ഉത്തരം, 4B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായോ വാട്സപ്പ് മെസ്സേജായോ നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും 10 എപ്പിസോഡുകളിൽ തുടർച്ചയായി ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനുമുള്ള അവസരമാണ് കടുകുമണി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ വിശ്വാസ പരിശീലന കളരി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലനായി ലൗ ദ മിഷൻ, കടുകുമണി അപ്പോസ്തലനായി ലൗ ദ മിഷൻ, കടുകുമണി അപ്പോസ്തലനായി ഫോർ ദ മിഷൻ.